ഹായ്, ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല കട്ട തൈര് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പാലെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിലധികമുള്ള വെള്ളം വറ്റി വരികയും ചെയ്യും, നമ്മുടെ പാല് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പാലിവിടെ ചെറിയ തീയിൽ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഒരു ഇളം ചൂടിലാണ് നമുക്ക് പാല് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ഇത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാൽപ്പാട കിട്ടില്ല. അപ്പോൾ നമുക്ക് പാല് പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാൽ ഇവിടെ ഒരു ഇളം ചൂടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ തൈര് സെറ്റാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ കട്ടകളൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 8-9 മണിക്കൂർ നമ്മളിത് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കണം. നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലും കൂടെ വെക്കുക. എന്നിട്ട് നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ തൈര് ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്ര പുളിയില്ലാത്ത തൈരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈര് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തൈര് നല്ല പുളിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതും അത്ര പുളിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ഫ്രിഡ്ജിൽ വെക്കാതെ അത് 2 ദിവസമെങ്കിലും അത് പുറത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ തൈര് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന തൈരും അതേ പുളി തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.